റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPL-ന് സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി കർണാടകയിൽ സ്വന്തമാക്കിയത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച ആണ് എന്നാണ് നിഗമനം. ആഗോള നിർമ്മാതാക്കളുമായി ചേർന്ന് പാട്ടഭൂമിയിൽ വൻ വ്യവസായം തുടങ്ങണമെങ്കിൽ വ്യക്തമായ ഉടമസ്ഥാവകാശം വേണമെന്നും ഭൂമി സ്വന്തമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകി. മന്ത്രി കട്ട സുബ്രഹ്മണ്യം നായിഡുവിന് 2006 സെപ്റ്റംബറിൽ അയച്ച കത്താണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തെ മത്സരവും കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അനുവദിച്ച ഭൂമിയിൽ കാര്യമായി ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണമായി കത്തിൽ കമ്പനി പറയുന്നത്. നമുക്ക് കാണാം. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, അനുവദിച്ച ഭൂമിയിൽ BPL-ന് കമ്പനി തുടങ്ങാനോ വലിയ രീതിയിലുള്ള വ്യവസായം നടത്താനോ സാധിച്ചില്ല. ആദ്യം പാട്ടക്കരാറിന് കൊടുത്തു. ആ പാട്ടക്കരാറിന് കൊടുത്തത് പിന്നീട് കൈവശാവകാശമാക്കി. അതിനുള്ള അവകാശം നേടിയെടുത്തു. അത് പിന്നീട് ഒരു സെല്ലിങ്ങിനുള്ള, വിൽപ്പനയ്ക്കുള്ള അവകാശമാക്കി മാറ്റി. അങ്ങനെയാണ് 6 കോടി രൂപയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങിയ ഭൂമി 313 കോടി രൂപയ്ക്ക് മറച്ചു വിൽക്കുന്ന രീതിയിലേക്ക് മാറിയത്. പക്ഷെ അപ്പോഴും നിർണായകമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TV പ്രസാദ്. അരുൺ പറഞ്ഞതുപോലെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഭൂമി സ്വന്തമാക്കി BPL എന്ന കമ്പനി അത് മറിച്ചുവിറ്റത് എന്നതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്, ഒരു രേഖയാണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് വിടുന്നത്. 2005 നവംബർ മാസം 30-ാം തീയതി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് BPL കമ്പനിക്ക് കൊടുത്ത കത്തും ഒരു ഉത്തരവും നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതാണ്. അതിൽ പറയുന്നത് 149 ഏക്കർ ഭൂമി വ്യവസായത്തിനായി കൊടുത്ത് അതിൽ 5% പോലും ഒന്നും ചെയ്തിട്ടില്ല. അത് പാട്ടക്കരാറിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി തിരിച്ചെടുക്കുന്നു എന്നാണ് കമ്പനിയോട് പറഞ്ഞുകൊണ്ട് ആ ബോർഡ് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെയാണ് അവിടുത്തെ അന്നത്തെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ കട്ട സുബ്രഹ്മണ്യം നായിഡുവിന് ഒരു കത്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് 10 വർഷത്തിനിടയിൽ തങ്ങൾ ഒന്നും ചെയ്യാതിരുന്നത് എന്ന കാര്യം അതിൽ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ആ സമയത്ത് ഇലക്ട്രോണിക്സ് രംഗത്തുണ്ടായ വലിയ മത്സരം, അതോടൊപ്പം തന്നെ കമ്പനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഈ കത്ത് കൊടുക്കുന്ന സമയത്തേക്ക് ഏതാണ്ട് 11 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഈ 11 വർഷത്തിനിടയിൽ 10 വർഷം കഴിയുന്നതോടുകൂടി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭൂമി കൈമാറി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് തങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനിയിപ്പോൾ ആഗോളതലത്തിലുള്ള വലിയ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഇവിടെ വ്യവസായം തുടങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് അവർ വെച്ച ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇതിൽ വ്യക്തമായ ഉടമസ്ഥാവകാശം വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടക്കരാറിലുള്ള ഈ ഭൂമി BPL കമ്പനിയുടെ ഉടമസ്ഥതയിലേക്ക് തരണം എന്നാണ് കട്ട സുബ്രഹ്മണ്യത്തിന് കൊടുത്ത കത്ത്. ഈ കത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ ഭൂമി രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ BPL-ന് സ്വന്തമായി കൊടുക്കുകയും BPL ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അത് 313.9 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച്, മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച്, വലിയ വ്യവസായം തുടങ്ങണമെങ്കിൽ സ്വന്തം ഉടമസ്ഥത വേണം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കത്ത് കൊടുത്ത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി സ്വന്തമാക്കി ഒന്നും ചെയ്യാതെ അത് മാരുതി സുസുക്കി പോലെയുള്ള വൻകിട കമ്പനികൾക്ക് ഞാൻ പറഞ്ഞ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. അരുൺ, ഓക്കെ, ഇതാണ് TV പ്രസാദ് പറയുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ TVക്കെതിരെ വാർത്ത സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ ഒരു മാനനഷ്ട കേസിനുള്ള നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ നോട്ടീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. എങ്ങനെയാണ് ഈ ഭൂമി കുംഭകോണം നടന്നത് എന്നതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 6 കോടി രൂപയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങിയ ഭൂമി വർഷങ്ങൾക്കിപ്പുറം 313 കോടി രൂപയ്ക്ക് ഉദ്ദേശിച്ച പദ്ധതിക്കല്ലാതെ മറ്റ് കമ്പനികൾക്ക് മറിച്ചുവിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അതിൻ്റെ ഓരോ രേഖകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.